നമസ്കാരം കൂട്ടുകാരെ, മാലയോഗം ഭാഗം 29 സ്വാഗതം. അകത്ത് ആരൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ തങ്കപ്പൻ കാതും കൂർപ്പിച്ച് വാതിലിൻ്റെ ഓരം ചെവി ചേർത്തു. കയ്യിലെ സിഗരറ്റ് കത്തുന്ന ഭാഗം കൈവെള്ളയിൽ തട്ടിയതും പൊള്ളലേറ്റ് അയാൾ അത് തട്ടിക്കളഞ്ഞു. ഒട്ടും അമാന്തിക്കാതെ തങ്കപ്പൻ വാതിൽ തള്ളി തുറന്നു. അകത്ത് കണ്ട കാഴ്ച ഒരു ആന്തലോടെയാണ് തങ്കപ്പൻ നോക്കിയത്. ദേവകിയുടെ കൂടെ മറ്റൊരുവൻ. മുറിക്കകത്ത് കൂരാക്കൂരിരുട്ടായതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം വ്യക്തമല്ല. അയാളുടെ മുകളിൽ കയറി കിടക്കുന്ന ദേവകിയുടെ മുഖം വാതിൽ പാളിയിലൂടെ ഇരച്ചു കയറിയ വെളിച്ചത്തിൽ വ്യക്തമായി കാണാമായിരുന്നു. അവളുടെ മാറിടങ്ങൾ കിടക്കുന്നവൻ്റെ നെഞ്ചിൽ കിടന്നമർന്നിരിക്കുന്നു. എടി വഞ്ചകി! തങ്കപ്പൻ്റെ കണ്ണിലെ തീജ്വാലകൾ ദേവകിക്ക് കാണാൻ പാകത്തിലായിരുന്നു. ശരവേഗത്തിൽ ദേവകി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൾ പൂർണ്ണ നഗ്നയാണെന്ന് തങ്കപ്പന് മനസ്സിലായി. കൂടെ കിടന്നവൻ ചാടി എഴുന്നേറ്റ് ഉടുമുണ്ട് ഉടുക്കുമ്പോഴേക്കും തങ്കപ്പൻ അയാളുടെ അടുത്തേക്ക് കുതിച്ചിരുന്നു. പുതപ്പ് കൊണ്ട് ദേഹം മുഴുവൻ ചുറ്റി നിൽക്കുന്ന ദേവകി പൊടുന്നനെ അയാൾക്ക് സംരക്ഷണ കവചമായി അവർക്കിടയിൽ വന്നു നിന്നു. എൻ്റെ ഏട്ടനെ തൊട്ടുപോകരുത് പറയുമ്പോൾ അവൾ പിറകിലുള്ളവനെ തൊട്ട് ഒന്നുകൂടെ അയാളുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ആ വാക്കുകൾ കേട്ട് തങ്കപ്പൻ ഒന്ന് സ്തംഭിച്ചു പോയി. നല്ല ചെത്ത് കള്ള് കിട്ടുമെന്ന് പറഞ്ഞ് കൂട്ടുകാർ വലിച്ചുകൊണ്ട് പോയ ഷാപ്പിൽ വെച്ചാണ് തങ്കപ്പൻ ആദ്യമായി ദേവകിയെ കാണുന്നത്. 2 വയസ്സുകാരി കിങ്ങിണിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ആരും നിർബന്ധിക്കാതെ തന്നെ തങ്കപ്പൻ ആ ഷാപ്പിൽ നിരന്തരം പോകാൻ തുടങ്ങി. കള്ളുകുപ്പികൾ വെച്ചു കൊടുക്കാൻ മുൻപിൽ നിൽക്കുന്ന ദേവകിയുടെ സൗന്ദര്യത്തിൽ തങ്കപ്പൻ മതിമറന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോയവളാണെന്ന് കൂടെ അറിഞ്ഞപ്പോൾ തനിക്ക് അവളെ കിട്ടാൻ അധികം വിയർക്കേണ്ടി വരില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. തങ്കപ്പൻ ആദ്യം കയ്യിലെടുത്തത് കിങ്ങിണി മോളെയായിരുന്നു. ഷാപ്പിലേക്ക് വരുമ്പോഴൊക്കെ കിങ്ങിണി മോൾക്ക് മുട്ടായികളും ചോക്ലേറ്റുകളൊക്കെ കൊണ്ടുകൊടുത്തു. പിന്നെയുള്ള ദിവസങ്ങളിൽ തങ്കപ്പൻ്റെ വരവിനായി കാത്തിരുന്നു കിങ്ങിണി. നിരന്തരമുള്ള കൂടിക്കാഴ്ചകൾ സൗഹൃദത്തിനപ്പുറത്തേക്ക് വളർന്നു. തങ്കപ്പൻ തീർത്തും ദേവകിക്ക് സംരക്ഷണമായി. തങ്കപ്പൻ ഒരു വീട് വാങ്ങി ദേവകിയെയും മകളെയും അവിടെ പാർപ്പിച്ചു. ഇതെൻ്റെ കെട്ടിയവനാ, എൻ്റെ കിങ്ങിണി മോളുടെ അച്ഛൻ. നിറഞ്ഞ മിഴികളോടെ അയാളെ നോക്കുന്ന ദേവകിയെ തങ്കപ്പൻ രൂക്ഷമായി നോക്കിക്കൊണ്ടു നിന്നു. തങ്കപ്പൻ്റെ വീട് തിരിച്ചു തന്നേക്കാം, ഞാനും മോളും ഇങ്ങേരുടെ കൂടെ പോവാണ്. തങ്കപ്പൻ്റെ മുഖം നോക്കാതെയാണ് ദേവകി പറയുന്നത്. അതിവേഗതയിൽ ശ്വാസം എടുക്കുന്ന അയാളുടെ നെഞ്ചം ഉയരുന്നതും പൊങ്ങുന്നതും ഷർട്ടിന് മുകളിലൂടെ കാണാം. അവളുടെ ഒരു കെട്ടിയവൻ! അങ്ങോട്ട് മാറി നിൽക്കടി! ഇവന് തങ്കപ്പനെ അങ്ങോട്ട് തട്ടിയാൽ നീ ആരെ കൂടെ പൊറുക്കാൻ പോകുമെന്ന് നോക്കാലോ. ശക്തിയോടെ മുന്നോട്ട് കുതിച്ചു തങ്കപ്പൻ ദേവകിയുടെ മുടിക്കുത്തിന് പിടിച്ച് നിലത്തേക്ക് വലിച്ചിട്ടു മുന്നിൽ നിൽക്കുന്നവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. അടിയേറ്റ കവിൾ അയാൾ കൈകൊണ്ട് മറച്ചു പിടിക്കുന്നതിനിടയിൽ കിട്ടി അടിനാഭിക്കിട്ടൊരു ചവിട്ടും. അതോടെ അയാൾ മുറിയുടെ ഒരു മൂലയിലേക്ക് തെറിച്ചു വീണു. വിജയിച്ചു എന്ന ആശ്വാസത്തിൽ അടുത്ത പ്രഹരത്തിന് വേണ്ടി തങ്കപ്പൻ വീണ് കിടക്കുന്നവനെ രൂക്ഷമായി നോക്കി മുന്നോട്ട് പതിയെ ഓരോ ചുവടും വെച്ചു വന്നു. തങ്കപ്പൻ മോഹിച്ചതൊന്നും ഇന്നേ വരെ കൈവിട്ടു കൊടുത്തിട്ടില്ല. തങ്കപ്പൻ അയാൾക്ക് നേരെ നടന്നെടുക്കുമ്പോഴും അയാൾ പിറകിലേക്ക് ഇരുന്ന് ഇഴഞ്ഞു നീങ്ങി ഭിത്തിയിൽ വന്നിടിച്ചു. അത് ഏത് കൊമ്പത്തെ മറ്റവൻ വന്നു പറഞ്ഞാലും ബാക്കി ഡയലോഗും പറഞ്ഞ് ചവിട്ടിനായി കാലുയർത്തിയ തങ്കപ്പൻ്റെ കഴുത്തിൽ പിറകിലൂടെ വന്ന് ദേവകി അവളുടെ അഴിഞ്ഞു കിടന്ന സാരി കൊണ്ട് മുറുക്കി. കഴുത്ത് സാരിക്കിടയിൽ പെട്ട് മുറുകി വന്നു തങ്കപ്പൻ പ്രാണരക്ഷാർത്ഥം സാരിയിൽ മുറുകെ പിടിച്ചു. ഞൊടി നേരത്തിൽ താഴെ കിടന്നവൻ ചാടി എഴുന്നേറ്റു ദേവകിയുടെ കയ്യിലെ സാരിത്തലപ്പിൽ പിടിയിട്ടു. അപ്പുറത്തു നിന്ന് സാരി മുറുക്കി വലിക്കുന്നവനെ കയ്യെത്തി പിടിക്കാൻ തങ്കപ്പൻ്റെ മനസ്സ് വെമ്പുന്നുണ്ടെങ്കിലും നിഷ്ഫലമായിരുന്നു. ഏട്ടാ വേണ്ട, അയാളെ കൊല്ലണ്ട, നമുക്ക് എവിടെയെങ്കിലും പോകാം. ദേവകി നിലവിളിയോടെ ഉറക്കെ പറയുന്നുണ്ടെങ്കിലും
അയാൾക്ക് ആവേശമായിരുന്നു. കൈകാൽ അനങ്ങുന്നില്ല. മൂത്രവും മലവുമെല്ലാം തുണിയിലൂടെ പോയിരിക്കുന്നു. ചെന്നിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. പ്രാണൻ നെഞ്ചിൽ നിന്നും പകുത്തു പോകും വരെ ആ പിടച്ചിൽ തുടർന്നു. ഒടുവിൽ ആ പിടച്ചിലും നിശ്ചലമായി. സാരിയിൽ പ്രാണരക്ഷയ്ക്കായി പിടിച്ചു വലിച്ചിരുന്ന ഇരു കരങ്ങളും അയഞ്ഞു പിടിവിട്ടു. അയാളും പിടിവിട്ടതോടെ തങ്കപ്പൻ നിലത്തടിച്ചു വീണു. നിലത്ത് മലർന്നു വീണ് കിടക്കുമ്പോൾ തങ്കപ്പൻ്റെ തിളങ്ങുന്ന മിഴികൾ പുറത്തേക്ക് തുറിച്ചു വന്നിരുന്നു. നിമിഷയോടൊപ്പം ബാങ്കിൻ്റെ പടികൾ കയറുമ്പോൾ എന്തിനെന്നില്ലാതെ ഉണ്ണിമായുടെ പാദങ്ങൾ വിറകൊണ്ടു. വിക്കി സാർ വന്നോ? ചില്ലിൻ്റെ ഡോർ തുറക്കുമ്പോഴേ മുമ്പിൽ കണ്ട ലയയോടായി നിമിഷ തിരക്കി. ഇല്ല. ആഹാ, ഇതാര്? തന്നെ പിന്നെ കണ്ടേയില്ലല്ലോ. തിരക്കിട്ട എഴുത്തിനിടയിലും ലയ ഉണ്ണിമായോട് വിശേഷങ്ങൾ തിരക്കി. ഉണ്ണിമായ അവിടെ ഇരുന്നോ? ലയയെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്നവളോടായി നിമിഷ പറഞ്ഞു. നിമിഷ ചൂണ്ടിക്കാണിച്ച സീറ്റിൽ പോയിരിക്കുമ്പോഴും മനസ്സസ്വസ്ഥമാണ്. എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു ഒടുക്കം അവൾ ആഗ്രഹിച്ചു. ബാങ്കിലെ ജീവനക്കാരെല്ലാം അവരവരുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നിമിഷയടക്കം തന്നെ ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. പണമെടുക്കാനും നിക്ഷേപിക്കാനും തുടങ്ങി ധാരാളം ആവശ്യങ്ങൾക്ക് ആളുകൾ അതിനിടയിൽ വന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒത്ത നടുക്ക് ജീവിതം തന്നെ വലിയ ചോദ്യചിഹ്നമായി ഒരുവൾ. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാണ് വിഘ്നേഷ് ബാങ്കിലെത്തിയത്. വിഘ്നേഷ് വന്നയുടനെ നിമിഷ ഉണ്ണിമായയെ ക്യാബിനിലേക്ക് വിട്ടു. സാർ. ഉണ്ണിമായ ചില്ലുവാതിൽ തുറന്ന് എത്തി നോക്കി. ഉണ്ണിമായ വരൂ വരൂ. അവൻ ഒന്നേ നോക്കിയുള്ളൂ. ക്യാബിനകത്ത് 2-3 പേരുണ്ടായിരുന്നു. അവർ പോയതിനു ശേഷം വിഘ്നേഷ് ഉണ്ണിമായയോട് മുമ്പിലിരിക്കുന്ന സീറ്റിലിരിക്കാൻ പറഞ്ഞു. വിളിപ്പിച്ചതിൻ്റെ കാര്യം മനസ്സിലോർത്ത് അവൾ ആ കസേരയിൽ ഇരുന്നു. ഞാൻ ഉണ്ണിമായോട് വരാൻ പറഞ്ഞതേ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി തന്നെയാ. കൺസ്ട്രക്ഷനിലിരിക്കുന്ന ആ തിയേറ്റർ അന്ന് ഉണ്ണിമായ കണ്ടിരുന്നില്ലേ? അതേന്ന് ഉണ്ണിമായ തലകൊണ്ടാട്ടി. അപ്പോഴും അവിടെ തനിക്കെന്ത് ജോലി എന്ന ശങ്കയിലാണ് അവൾ. വരുന്ന സൺഡേയാണ് തിയേറ്ററിൻ്റെ ഉദ്ഘാടനം ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഉണ്ണിമായക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ തനിക്കൊരു ജോലി തരാം. കയ്യിലിരിക്കുന്ന പേന വിരലുകൾക്കിടയിലിട്ട് കറക്കിയാണ് വിഘ്നേഷ് സംസാരിക്കുന്നത്. അവിടെ ഞാനെന്ത് ചെയ്യാനാ സാറേ? അതുവരെ മൗനമായിരുന്നവൾ ആശങ്കയോടെ തിരക്കി. അവിടെ തൻ്റെ കഴിവിന് യോജിച്ച എന്ത് ജോലിയും. അവളുടെ മിഴിക്കുള്ളിലെ കൃഷ്ണമണിയുടെ സഞ്ചാരം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. സിനിമയുമായി എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. അതിന് ഉണ്ണിമായയോട് ഞാൻ സിനിമയിൽ അഭിനയിക്കാനാണോ പറഞ്ഞത്? അവളുടെ പറച്ചിൽ കേട്ട് അവനും ചിരി പൊട്ടി. അവിടെ എൻ്റെ ഫ്രണ്ടാണ് അവിടുത്തെ മാനേജർ. താൻ അവനെ സഹായിച്ചാൽ മതി. അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് ഉണ്ണിമായയെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. പൊതുവെ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് തൊട്ട് പഴങ്ങി വരുന്നേ ഉള്ളൂ. ഉണ്ണിമായ ഒരു മാറ്റത്തിന് വിപ്ലവം കുറിക്കട്ടെ. വിഘ്നേഷ് വാതൊരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും തിരിച്ചെന്ത് ചോദിക്കണമെന്ന് പോലും അറിയാതെ വിയർത്ത് കുളിച്ചവൾ AC മുറിയിലിരുന്നു. സാറെന്താ പറഞ്ഞേ? ക്യാബിനിൽ നിന്നിറങ്ങി വന്ന് മുഖം തുടക്കുന്നവളോടായി നിമിഷ തിരക്കി. സാറിൻ്റെ പുതിയ സിനിമാ തിയേറ്ററിൽ എന്നോട് ജോലിക്ക് ചെല്ലാൻ. അസിസ്റ്റൻറ്റ് മാനേജർ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? നിമിഷക്ക് ജിജ്ഞാസ ഏറി. ഞാനെന്ത് പറയാനാ? സാറെല്ലാം ഉറപ്പിച്ച മട്ടിലാണ് സംസാരിക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. സിനിമാ തിയേറ്റർ. ഇടി വല്ല കിടുപടവും വന്നാൽ ഓസിക്ക് ടിക്കറ്റ് ഒപ്പിച്ച് തരണം കേട്ടോ. നഖം കടിച്ച് തുപ്പി ദേഹം വിറച്ചു നിൽക്കുന്നവളെ നോക്കി വിരൽ ചൂണ്ടി. ഉണ്ണിമായ കൈവിരലുകൾ ചുരുട്ടി കൈ താടക്ക് വെച്ച് നിമിഷയെ സൂക്ഷിച്ചു നോക്കി. ഇതിലിപ്പോൾ എന്താ കുഴപ്പം? എന്തായാലും വിഘ്നേഷ് സാറ് വെച്ച ഓഫറല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നിനക്ക് വിഘ്നേഷ് സാറിനോട് സഹായം ചോദിക്കാലോ. നിമിഷ അടുത്തേക്ക് വന്നു നിന്ന് അവളെ സമാധാനിപ്പിച്ചു. വീട്ടിലെത്തിയതും കതകിൻ്റെ മുമ്പിൽ ഒരു കത്ത് കിടക്കുന്നത് കണ്ട് ഉണ്ണിമായ അത് കുനിഞ്ഞെടുത്തു. പൊട്ടിച്ചു നോക്കി കയ്യക്ഷരം കണ്ടപ്പോഴേ മനസ്സിലായി കവിതയുടെ എഴുത്താണ്. ഓരോ വരികളിലും 100 ചോദ്യങ്ങളുണ്ട്.
അധികവും ഉണ്ണിമായെക്കുറിച്ചുള്ള ആദിയാണ്. ഉണ്ണിമായുടെ വീട് കവിതയും സീനത്തും പോയി തൂത്ത് വൃത്തിയാക്കിയെന്ന് എഴുത്തിലുണ്ട്. ദുഃഖമുള്ളൊരു വരി തങ്കപ്പൻ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുമോ എന്ന ഭയം മാത്രമാണ്. പിന്നെ സന്തോഷത്തോടെ, അതിലേറെ പ്രതീക്ഷയോടെ ഒരു വരിയിൽ അവസാനിച്ചിട്ടുണ്ട് കവിത. ചെറിയമ്പ്യാരെ കാണാറുണ്ട് എന്നും. കത്ത് മടക്കുമ്പോൾ ആ വരിയുടെ ചിന്തയിൽ ഉണ്ണിമായ ഒന്ന് പുഞ്ചിരിച്ചു. ഉണ്ണിമായും നിമിഷയും അത്താഴത്തിനുള്ള ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാളിലിരുന്ന് അപ്പു ഉറക്കെ വായിക്കുന്നുണ്ട്. അവന് പുതിയ സ്കൂളും കൂട്ടുകാരെയും നന്നായി ബോധിച്ച മട്ടാണ്. തുടക്കത്തിലുള്ള പഠിക്കാനുള്ള ഉത്സാഹവും. നിമിഷ ഓരോന്ന് സംസാരിച്ചിരുന്ന് നിൽക്കുമ്പോഴും അപ്പുറം മൗനമായിരുന്നു. ചപ്പാത്തി പരത്തുന്നതിനിടയിൽ നിമിഷ അവളെ തിരിഞ്ഞു നോക്കി. ചപ്പാത്തി ചുട്ടെടുക്കുമ്പോഴും ഉണ്ണിമായ മറ്റേതോ ലോകത്താണെന്ന് അവൾ ഊഹിച്ചു. ഇങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞാലേ പെട്ടെന്ന് അറ്റാക്ക് വരും, നിമിഷ കുസൃതിയോടെ പറഞ്ഞു. തിയേറ്ററിലൊക്കെ ഞാൻ എന്താ ചെയ്യുക? ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുകയാണെങ്കിൽ നന്നായേനെ. നിനക്കൊരു കാര്യം അറിയോ? ഇന്നേ വരെ ഞാനൊരു തിയേറ്ററിൽ പോലും പോയിട്ടില്ല. ദയനീയമായി പറയുന്നവളെ നിമിഷ അലിവോടെ നോക്കി നിന്നു. നിൻ്റെ ഒരു ഫോട്ടോ തരുമോ ഉണ്ണിമായേ? എന്തിനാ? വളരെ ഗൗരവത്തിൽ കാര്യം പറയുന്നവളോടായി ഉണ്ണിമായ ചോദിച്ചു. സ്വന്തമായി ഫോണില്ല, ഇതുവരെ തിയേറ്ററിൽ പോയിട്ടില്ലാത്ത ഒരു അപൂർവ ജന്മമാണോ ഉണ്ണിമായ? അപ്പോൾ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കണ്ടേ? നിമിഷ ശബ്ദം മാറ്റി കളിയാക്കി പറഞ്ഞു. നീ എന്നെ ആക്കിയതാണല്ലേ? മുഖം വീർപ്പിച്ച് കെട്ടി കണ്ണു താഴ്ത്തി തുറപ്പിച്ച ഒരു പ്രത്യേക ഭാവത്തിൽ അവൾ നിമിഷയെ നോക്കി. എടി പെണ്ണെ, ആദ്യം നീ ആ ജോലിക്ക് പോയി നോക്ക്. പറ്റില്ലാന്ന് കണ്ട കളഞ്ഞിട്ട് പോരണം. അല്ല പിന്നെ സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ. ഇവളുടെ ഒരു കാര്യം, ഇത്രയും കാലം ജോലി ഇല്ലാത്ത കരച്ചിലായിരുന്നു, ഇപ്പം ജോലി കിട്ടിയ കരച്ചിലും. അവളെ ഒന്ന് മെഴികൂർപ്പിച്ച് നോക്കി. ചുട്ടെടുത്ത ചപ്പാത്തികൾ കാസറോളിലാക്കി നിമിഷ ഹാളിലേക്ക് നടന്നു. നിമിഷ പോകുന്നതും നോക്കി ഒരു നെടുവീർപ്പോടെ ഉണ്ണിമായ സ്ലാബിലേക്ക് ചാരി നിന്നു. കവിത ആലയിലിരുന്ന് പഴുപ്പിച്ചെടുത്ത ലോഹത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഓരോ അടിയുടെയും ശക്തമായ ശബ്ദത്തിൽ സീനത്തിൻ്റെ വിളി അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എടി കവിതേ, നിനക്കെന്താ ചെവി കേൾക്കില്ലേ? ക്രോധശബ്ദത്തോടെ സീനത്ത് അവൾക്കു മുമ്പിൽ വന്നു നിന്ന് തിരക്കി. അപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരുവളെ കവിത കാണുന്നത് തന്നെ. ചെവി മാത്രമല്ലടി, കണ്ണും കാണില്ല. അതറിയണമെങ്കിൽ നീ ഇവിടെ കയറിയിരുന്ന് ഈ പണിയെടുക്ക്. ചൊടിയോടെ കവിത പറഞ്ഞെങ്കിലും സീനത്ത് പൊടുന്നനെ ഉരുകി. അവളുടെ മുഖത്തെ കരുവാളിപ്പും വിയർത്തൊലിച്ച് ദേഹത്തോട് ഒട്ടിച്ചേർന്ന ജാക്കറ്റും എണ്ണയില്ലാത്ത പാറിപ്പറന്ന മുടിയും കണ്ടപ്പോൾ സീനത്തിൻ്റെ മനസ്സ് പൊള്ളി. ജീവിതം ഒരു കരക്കടുപ്പിക്കാൻ ആണല്ലോ ഈ പെണ്ണ് ഈ തീയിലിരുന്ന് ഉരുകുന്നത് എന്നോർക്കെ സീനത്തിന് ഹൃദയം വിങ്ങി. കാണാൻ ഉണ്ണിമായേക്കാൾ ഒട്ടും മോശമല്ല കവിത. നല്ല നിറവും ഒത്ത ശരീരവും ഒത്ത ഉയരവുമായ ഒരു നാട്ടുസുന്ദരി, കൂട്ടുകാർക്കിടയിലെ ആൺകുട്ടി. നിന്നെ ചെറിയമ്പ്യാർ അന്വേഷിച്ചു. ഇന്ന് വൈകുന്നേരം അമ്പലത്തിൻ്റെ അടുത്ത് വെച്ച് കാണാമോന്ന് തിരക്കാൻ പറഞ്ഞു എന്നോട്. കാതിൽ വന്നണഞ്ഞ വാക്കുകളിൽ ഞെട്ടിത്തരിച്ചു പോയവളുടെ കയ്യിലെ ലോഹക്കോല് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ താഴെ വീണു. നിന്നോട് എപ്പോൾ പറഞ്ഞു? കേട്ട മാത്രയിൽ അവൾ ചാടി എഴുന്നേറ്റ് തിരക്കി. രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ. എന്നിട്ട് ഇപ്പോൾ വന്നാണോടി പറയുന്നത്? കവിത കെർവോടെ പടിക്കെട്ടുകൾ ഇറങ്ങാതെ അവൾക്ക് മുമ്പിലേക്ക് ചാടി. സമയം കിട്ടിയത് ഇപ്പോഴാ. വീട്ടിൽ നടുവെള്ളവും വീതം പണികളാ. സീനത്ത് രണ്ടടി പിറകിലേക്ക് വെച്ചു. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിലേ ഞാനും വരാം. സീനത്ത് അവളുടെ വലതു ചുമലിൽ തൊട്ട് പതിയെ മൊഴിഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാം. ചെറിയമ്പ്യാർ എന്താണ്, ആളെ പിടിച്ച് തിന്നോ? മിഴികൾ വിടർത്തി കവിത അവളെ അടിമുടി ഒന്ന് നോക്കി. എന്നാലും ചെറിയമ്പ്യാർ എന്തിനായിരിക്കും നിന്നെ കാണണമെന്ന് പറഞ്ഞത്? അതും ഉണ്ണിമായുടെ ജോലിക്കാര്യം പറയാനാ? തലപുകഞ്ഞാലോചിച്ച് പല്ലിൽ കുത്തി നിൽക്കുന്നവളോടായി കവിത ഉടനെ മറുപടി നൽകി. അവളെ ഉന്തിത്തള്ളി വിട്ടതും കവിത ദീർഘമായ ഒരു ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. പിന്നെ വൈകുന്നേരത്തേക്കുള്ള കാത്തിരിപ്പായി. ഒരു നേരം ഇരിക്കാൻ നേരമില്ലാത്തവൾക്ക്
അന്നത്തെ സായാഹ്നമെത്താൻ ദൈർഘ്യം ഏറെയുള്ളതുപോലെ അനുഭവപ്പെട്ടു. തുടരും. കഥ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കഥ എങ്ങും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇനിയാണ് കവിതയുടെയും ഉണ്ണിമായുടെയൊക്കെ ജീവിതം എന്താണ് എങ്ങോട്ടാണെന്നൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഓരോ പാർട്ടുകൾ എനിക്കാവും വിധം ദിവസവും ഇട്ട് തരാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ ഈ സ്റ്റോറി ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ വായിക്കാമല്ലോ. പിന്നെ എന്താ ഇപ്പോൾ ആരും കമൻസ് ഒന്നും ഇടാത്തത്? എനിക്ക് ഒത്തിരി കമൻസ് കുറഞ്ഞല്ലോ. എന്ത് പറ്റി? നിങ്ങൾ കമൻസ് ചെയ്തിരുന്നവരൊക്കെ ഇവിടെ പോയി? എന്നെ മറന്നോ? അത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടാണ്ടാവുന്നുണ്ടോ? എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ വായിക്കുന്നുണ്ട്. ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്, എനിക്കറിയാം. കൂടെ അങ്ങനെ ആയിക്കോളൂ അല്ലേ? നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ഇനിയും ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചെയ്ത് എൻ്റെ ചാനലിനെ വിജയിപ്പിച്ച് തരണേ.